രാജ്മോഹൻ സാർ നമസ്കാരം. നമസ്കാരം. നിർബന്ധിത മതപരിവർത്തനം അതൊരു തീവ്രവാദ പ്രവൃത്തിയായിട്ട് പരിഗണിക്കേണ്ടതാണ്. ഇപ്പം സുപ്രീം കോടതിയിലൊക്കെ അത്തരത്തിലുള്ള ഹർജികൾ പല അഭിഭാഷകരൊക്കെ നൽകിയിട്ടുണ്ട്. ഏതിൻ്റെ പശ്ചാത്തലത്തിൽ? TCSൽ നടന്ന സെക്ഷൽ ഹറാസ്മെൻറ്റ്, തൊഴിലാളികൾക്ക് നേരെ നടന്ന, സ്ത്രീകൾക്ക് നേരെ നടന്ന സെക്ഷൽ ഹറാസ്മെൻറ്റ്, നിർബന്ധിത മതപരിവർത്തനം, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള ഹർജികളൊക്കെ സുപ്രീം കോടതി മുമ്പാകെ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ കേസിൽ TCSലെ വമ്പിച്ച മതപരിവർത്തന വിഷയം, ഇതിലിപ്പോൾ NIA അതേപോലെ ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡൊക്കെ രംഗത്തെത്തിയിരിക്കുകയാണ്. TCSലെ നാസിക്കിലെ BPO യൂണിറ്റ് അത് കുറച്ച് കാലത്തേക്ക് അവർ തൊഴിലാളികളോടൊക്കെ വീട്ടിൽ പോയി പണിയെടുക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അത് താൽക്കാലികത്തേക്ക് മൂടപ്പെട്ടിരിക്കുകയാണ്, ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഈ നിർബന്ധിത മതപരിവർത്തനം ഹിന്ദു പെൺകുട്ടികളെ നിർബന്ധപൂർവം ഇസ്ലാമിലേക്ക് ആസൂത്രിതമായിട്ട് ചേർക്കാനായിട്ട്, കൊണ്ടുവരാനായിട്ട് ഒരു ഇൻ്റർനാഷണൽ ലോബി പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പല വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ പറയാൻ പറ്റുന്നൊരു കാര്യം. ഇതൊരു തീവ്രവാദ പ്രവൃത്തിയായിട്ട് കാണേണ്ടേ? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന കമ്പനി TCS ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ പ്രമുഖമായ IT കമ്പനികളിലൊന്നാണ്. എംപ്ലോയീസിൻ്റെ എണ്ണം കൊണ്ടും മൂലധന നിക്ഷേപം കൊണ്ടും ക്യാപിറ്റലൈസേഷൻ കൊണ്ടും ഈവൻ ഇൻഫോസിസിനേക്കാൾ വലിയ കമ്പനിയാണ് TCS. ആ TCSൻ്റെ കമ്പനിയിൽ മാനേജ്മെൻറ്റിൻ്റെ മുഴുവൻ എന്ന് പറയുന്നില്ല, മാനേജ്മെൻറ്റിലെ എക്സിക്യൂട്ടീവ്സിൻ്റെ ഒത്താശയോടെ ഇങ്ങനെ പെൺകുട്ടികളെ റിക്രൂട്ട് ചെയ്യുകയും അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും സാമൂഹികമായ ചുറ്റുപാടുകളും ചൂഷണം ചെയ്ത് ഇവരെ ഒരു പർട്ടിക്കുലർ മതത്തിലേക്ക് ചേർക്കാൻ ശ്രമിക്കുന്നു എന്ന പരാതിയാണ് വന്നിരിക്കുന്നത്. പല ഭാഗത്തു നിന്നും വരുന്നുണ്ട്, ഇവിടെ മാത്രമല്ല. ഞാൻ അത് പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ വ്യക്തിപരമായൊരു അനുഭവം പറഞ്ഞുകൊണ്ട് അത് തുടങ്ങിയാൽ കുറേ നന്നായിരിക്കും എനിക്ക് തോന്നുന്നു. ഞാൻ ഒറ്റയ്ക്കായിരുന്നു വീട്ടിലുണ്ടായിരുന്നു, മിസ്സസ് വീട്ടിലായിരുന്നു. ആ സമയത്ത് എനിക്ക് ഒരിടത്തെ വീട്ടിൽ നിന്നും ചോറ്, അച്ചാർ തുടങ്ങിയ കറികൾ ഉണ്ടാക്കി തരുമായിരുന്നു. ഒരാഴ്ചത്തേക്ക് പറ്റുന്ന രീതിയിൽ കറികളൊക്കെ ഉണ്ടാക്കി തരുമായിരുന്നു. ഈ പ്രാവശ്യം ഭാര്യ ഇതുപോലെ പുറത്തേക്ക് പോയപ്പോൾ ഞാൻ ആ വീട്ടിൽ ചെന്നു. ആ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ നിലവിളക്കിൻ്റെ ചുറ്റുവട്ടത്ത് നേരത്തെ ഒരു പ്രകാശം, വിഗ്രഹത്തിന് മുമ്പിൽ പ്രകാശം ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം ഞാൻ ചെന്നപ്പോൾ അവിടെ ആ നിലവിളക്കും ഇല്ല, ആ വിഗ്രഹവും ഇല്ല. പകരം വേറൊരു സിമ്പിളാണ് വെച്ചിരിക്കുന്നത്. എന്താ ഞാൻ പറയുന്നില്ല, വേറൊരു സിമ്പിൾ പുറത്ത് പറയാനൊക്കെ പറ്റും. പക്ഷേ ഇവിടെ ഈ ചർച്ചകൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം ഈ ചർച്ച കുറേ കൂടെ ഗൗരവത്തിൽ പോകട്ടെ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഒറ്റയടിക്ക് എടുത്ത് ചോദിച്ചു, സാമ്പത്തിക ബാധ്യത ഒത്തിരി ഉണ്ടില്ലേ എന്ന്. ആ സ്ത്രീയോട് ഞാൻ നേരെ മുഖത്ത് നോക്കി ചോദിച്ചു, സാമ്പത്തിക ബാധ്യത കൂടുതലുണ്ടല്ലേ? അപ്പോൾ പറഞ്ഞു ഉണ്ട്, സത്യം പറഞ്ഞു. പിന്നെ പറഞ്ഞു, ഭർത്താവിന് ഇങ്ങനെ ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ വേണ്ടി വന്നു, മകനെ പഠിക്കാനായിട്ട് അഡ്മിഷൻ കിട്ടേണ്ടി വന്നു. അപ്പോൾ ഡെൻമാർക്കിൽ അഡ്മിഷൻ മേടിച്ച് കിട്ടി. ഇനി മകളുണ്ട്, മകൾക്കും പഠിച്ച് കഴിഞ്ഞ് അഡ്മിഷൻ കിട്ടണം. ഇതെല്ലാം ഇവർ ഏറ്റു. പുതിയ സിമ്പിൾ വെച്ചിരിക്കുന്ന വിഭാഗക്കാരെ ഏറ്റു. എനിക്ക് പറ്റിയ അബദ്ധം, അവരെന്നിട്ട് എന്നോട് പറഞ്ഞു, ഇങ്ങനെ പുറത്തുനിന്നുള്ളവർക്കൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ അവർ സമ്മതിക്കുകയില്ല. ഇതേപോലെ എനിക്കും ഒരു അനുഭവം പറയാനുണ്ട്. പെട്ടെന്ന് യാദൃശ്ചികമായിട്ട് ഓർമ്മയിൽ വന്നതാട്ടോ. ഈ കണ്ണൂരൊരു ഓട്ടോറിക്ഷ തൊഴിലാളിയായിട്ടുള്ള ചിത്രലേഖ ഉണ്ടായിരുന്നു. CPMൻ്റെ അതിക്രൂരമായിട്ടുള്ള ജാതി അധിക്ഷേപം മൂലം പല പ്രശ്നങ്ങൾ അനുഭവിച്ച് സ്റ്റാൻഡിൽ ഓടിക്കാൻ പറ്റാതെ, അതെ, സ്റ്റാൻഡിൽ ഓട്ടോ ഓടിക്കാൻ പറ്റാതെ വന്നു. പിന്നീട് അവർ ഇസ്ലാം സ്വീകരിച്ചു എന്നൊക്കെയുള്ളൊരു വാർത്ത അവർ തന്നെ പുറത്തു വന്നിട്ടുണ്ടായി. അവർ തന്നെ അത് ഫേസ്ബുക്കിലൊക്കെ എഴുതുന്നൊരു കാഴ്ചയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഈ സമയത്ത് ചിത്രലേഖയുടെ ഇൻ്റർവ്യൂ എടുക്കാനായിട്ട് അവരുടെ വീട്ടിൽ പോവുകയാണ്. വീട്ടിൽ പോകുമ്പോൾ അവരുടെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ സംഭവം നടന്നതിന് ശേഷമാണ്, ഇങ്ങനെയുള്ള വാർത്തയൊക്കെ വന്നതിന് ശേഷം. ഈ വീട്ടിൻ്റെ ഉൾവശം, ഉള്ളിലൊരു വിളക്കും അതുപോലെ ഈ അയ്യപ്പൻ്റെയൊക്കെ ചിത്രമുണ്ട്. ഈ ഫോട്ടോ ഞാൻ ഈ ക്യാമറയായിട്ട് ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് ആ ഭാഗങ്ങൾ എടുക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ പുറകിൽ നിന്ന് മറ്റു ചിലർ, ഇവരുടെ തന്നെ ബന്ധുക്കൾ വന്നിട്ട് എടുക്കലേ നിർത്തും, ആ ഫോട്ടോയും വിളക്കും കാണിക്കില്ല, അതവർ എടുത്തിട്ടും ഉള്ളിലേക്ക് മാറ്റി വെച്ചു. അത് കാണിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല, അത് കുഴപ്പമാണ്, മറ്റുള്ളവർക്ക് അത് ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഈ ഇഷ്ടപ്പെടാത്ത മറ്റുള്ളവരാണ് പ്രശ്നം. ഇഷ്ടപ്പെടാത്ത മറ്റുള്ളവരാണ് പ്രശ്നം. ഇപ്പോൾ എൻ്റെ ആചാരത്തെയോ നിങ്ങളുടെ ആചാരത്തെയോ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇഷ്ടപ്പെടാതെ ഒന്ന് നല്ലത് ഒന്ന് ചീത്തയോ എന്ന് പ്രചരിപ്പിക്കുമ്പോൾ അവിടെ തുടങ്ങുന്നു തർക്കം, അവിടെ തുടങ്ങുന്നു അകൽച്ച, അവിടെ തുടങ്ങുന്ന പക. ഇപ്പോൾ ഈ TCSൻ്റെ വിഷയത്തിൽ ഇപ്പം 8ഓളം വരുന്ന എംപ്ലോയീസിനെയാണ്
6 പുരുഷന്മാരടക്കം. അത് നടന്നിരിക്കുന്ന പൂനെയിൽ 6 അതെ, നാഗപ്പൂരിനൊക്കെ അടുത്ത് അവരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിലിപ്പോൾ വിഷയം വലിയ രീതിയിൽ ദേശീയ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ്. അന്തർദേശീയ സ്വത്ത് വരും. അന്തർദേശീയ, കാരണം കമ്പനിയാണ്. TCS പോലുള്ള ഒരു BPO അത്രയും വലിയൊരു സ്വകാര്യ സ്ഥാപനമാണ്. അതിൻ്റെ അകത്ത് ഇത്തരം കാര്യങ്ങൾ, മതപരിവർത്തനം, ലൈംഗികപരമായിട്ടുള്ള അതിക്രമം തൊഴിലാളികൾക്ക് നേരെ 2022 മുതൽ 2026 വരെ നീളുന്ന കാലഘട്ടങ്ങളിൽ നടന്നിട്ടുണ്ട് എന്ന് പറയുന്നത് ഞെട്ടിപ്പിക്കുന്നതാണ്. 8ഓളം വരുന്ന എംപ്ലോയീസാണ് പരാതി കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും മെയിൻ പ്രൈം അക്യൂസ്ഡ് എന്ന് പറയുന്നത് ഒരു നിധാക്കാരാണ്. വുമൺ HR മാനേജറായിരുന്നു TCSലെ. അവർക്ക് പല രീതിയിലുള്ള പരാതികൾ ലഭിച്ചിട്ടും ഇത്തരം വിഷയങ്ങളിൽ അവർ യാതൊരു മുൻഗണനയും നൽകിയില്ല, അല്ലെങ്കിൽ സ്വീകരിക്കാത്ത കുറേയധികം നടപടികളൊക്കെ തുടരുകയുണ്ടായി. അപ്പോൾ എന്താണ് ഇവർക്ക് ഇതിന് പിന്നിലുള്ള ഇൻവോൾവ്മെൻറ്റ്? ഇതൊക്കെ ഇപ്പോൾ അന്വേഷിച്ച് വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ NIA, ദേശീയ സുരക്ഷാ ഏജൻസി, അതേപോലെ തന്നെ ATS ഒക്കെ രംഗത്തെത്തിയിരിക്കുകയാണ്. അപ്പോൾ വിഷയം കൂടുതൽ ഗൗരവമാവുകയാണ്. അല്ല, വിഷയം കൂടുതൽ ഗൗരവം എന്നുള്ളതല്ല. അല്ല, പക്ഷേ ഇത് ഗൗരവത്തോടുകൂടി കാണാൻ മതേതരർക്ക് പറ്റുന്നില്ല എന്നുള്ളത്. ചില പ്രത്യേകതരം മതേതരുണ്ടാവുമല്ലോ. നമ്മളൊക്കെ മതേതരരാണ്. നമ്മളൊക്കെയാണ് യഥാർത്ഥത്തിൽ മതേതരർ. അതെ, നമ്മളൊക്കെയാണ് യഥാർത്ഥത്തിൽ 100% മതേതരർ. അതെ. അല്ല, അപ്പോൾ അതിലെ ഒരു വ്യത്യാസം അറിയാണ്ടല്ലോ. ഇവിടെ മതം, ഒരാൾ മതവിശ്വാസിയാകുന്നു, ദൈവവിശ്വാസിയാകുന്നതുകൊണ്ട് മറ്റുള്ളവർക്ക് ആർക്കും ഒരു അപകടമില്ല. ഒരാൾ അമ്പലത്തിൽ പോയി പ്രവർത്തിച്ചാലും, മസ്ജിദിൽ പോയി പ്രവർത്തിച്ചാലും, പള്ളിയിൽ പോയി പ്രവർത്തിച്ചാലും എല്ലാം ഒന്നാണ്. അതെ. പക്ഷെ മറിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നത് മാത്രമാണ് ശരി, നീ ചെയ്യുന്നത് തെറ്റാണ്, അത് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ അവിടെ സംഘർഷമായി. പിന്നെന്താ, അത് സാറ് പറഞ്ഞ 100% ശരിയല്ലേ? ഞാൻ വിശ്വസിക്കുന്ന ഒരു ദൈവം ഉണ്ടാവും, അല്ലെങ്കിൽ താങ്കൾ വിശ്വസിക്കുന്ന ഒരു ദൈവം ഉണ്ടാവാം. എൻ്റെ ദൈവം മാത്രമാണ് ശരി, ബാക്കി എല്ലാവരും മോശമാണെന്ന് പറയുന്നിടത്തോളം അത്രത്തോളം വൃത്തികെട്ടൊരു ചിന്താഗതി മറ്റെന്താ ഉള്ളത്? പിന്നെ ഇന്ത്യയിൽ ഇത് വളരെ പെട്ടെന്ന് വിൽക്കാൻ പറ്റും. കാരണം ഇന്ത്യയിൽ വിൽക്കാൻ പറ്റുന്നതിൻ്റെ കാരണം ഈ മതമാണ് രോഗം, വർഗീയതയാണ് രോഗലക്ഷണം എന്നുള്ളതിനേക്കാൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വർഗീയതയ്ക്കാണ്. മതം എന്ന് പറഞ്ഞാൽ വേറൊരു കൺസെപ്റ്റായിട്ട് മാറ്റി അത് ആചാരവും വിശ്വാസമായിട്ട് പോകാൻ അനുവദിക്കുന്നതിന് പകരം അതും ജാതിയായിട്ട് കൂട്ടിക്കൊഴിക്കുക. സംഘർഷം ഏത് സമയത്ത് എപ്പോഴും വേണേൽ ഉണ്ടാകും. ഇനി വീണ്ടും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ നാസിക്കിലെ ആ കോളേജിനെ ഇൻഫോസിസ് അല്ല TCSൻ്റെ സ്ഥാപനത്തിലേക്ക് തന്നെ വരാം. ഈ ഒരു സ്ഥാപനം മാത്രമായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത്. ഇതൊരു വേ ഔട്ടാണെങ്കിൽ, ഇങ്ങനെ മതപരിവർത്തനത്തിന് സാധിക്കുമെങ്കിൽ എത്രയോ സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഞാൻ മുമ്പ് അതിനെ ഉദാഹരണം പറഞ്ഞത്, പുറത്തേക്ക് പോകാനുള്ള പ്രലോഭനം പുറത്തല്ലേ. തൊഴിലില്ലാതെ തെണ്ടി തിരിഞ്ഞ് ദാരിദ്ര്യവും കഷ്ടപ്പാടുമായിട്ട് നടക്കുന്ന ഒരു വീട്ടിൽ ചെന്നിട്ട് പറയുകയാണ്, നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും രോഗിയുണ്ട്, ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ, ന്യൂറോളജി ഓപ്പറേഷൻ ഞങ്ങൾ സഹായിക്കാം, ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിന് എല്ലാ മാസവും ഡയാലിസിസിൻ്റെ പൈസ ഞങ്ങൾ തരാം എന്ന് പറഞ്ഞാൽ പ്രലോഭനങ്ങളിൽ വീഴുക എന്നുള്ളത് മാനുഷിക സ്വഭാവമാണ്. പക്ഷേ അത് പ്രലോഭനങ്ങൾ സഹായിക്കുന്നതല്ലാണ് ഒരു കുഴപ്പമില്ല. പക്ഷെ മറിച്ച് അതിനെ മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുവന്നാൽ, അപ്പോൾ ക്യാൻസർ ഞങ്ങളുടെ കൂടെ പോകുന്ന ക്യാൻസറിനെ ചികിത്സിക്കാൻ പറയും, പ്രാർത്ഥിച്ച് ഭേദമാക്കാമെന്നും പറയും. ഇപ്പം വൈറ്റിലെ ജംഗ്ഷനിൽ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, പ്രാർത്ഥന, രോഗശാന്തിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ്, സൗകര്യം പോലെ പ്രാർത്ഥിക്കുന്നു. കുഴപ്പമില്ല. അപ്പം ഏതെങ്കിലും രോഗികൾ അവരെ വിളിക്കുക, പ്രാർത്ഥനയ്ക്ക് വിളിക്കുക. ഒറ്റ കണ്ടീഷൻ, എത്ര നാൾ പ്രാർത്ഥിച്ചാൽ മാറുമെന്ന് ഒറ്റ ചോദ്യം ചെയ്യുക, തിരിച്ചങ്ങോട്ട്. ഈ ഹിന്ദു മതത്തിൽ നിന്ന് ഒരാളെ മറ്റൊരു മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യിപ്പിക്കാൻ, നിർബന്ധപൂർവ്വം കൺവേർട്ട് ചെയ്യിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് എളുപ്പമുള്ളൊരു സംഗതിയാണെന്ന് തോന്നുന്നു. എളുപ്പമല്ലേ? പക്ഷേ ഹിന്ദുമതത്തിൻ്റെ വേറൊരു കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എന്താണ് ഈ ഹിന്ദുമതം എന്നത് വളരെയധികം എന്താ പറയുക, നമുക്ക് മനസ്സിലാക്കാൻ ഒരുപാട് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, പ്രയാസപ്പെട്ടിട്ടുള്ള, വളരെ സൊഫസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫിലോസഫി ആയിട്ടാണ് ഞാൻ മനസ്സിലാകുന്നത്. അതിനെ പൂർണ്ണാർത്ഥത്തിൽ മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പൂർണ്ണാർത്ഥത്തിൽ മനസ്സിലാക്കാൻ ശ്രമിച്ച ഒരു കാര്യമുണ്ട്. അല്ല, അത് എല്ലാവർക്കും പറ്റണമെന്നില്ല. അല്ല, ഹിന്ദുമതത്തിൽ നിന്നും മതപരിവർത്തനം സാധ്യമല്ല. കാരണം ആർക്കും ഹിന്ദു അല്ലാതെ ജീവിക്കാൻ പറ്റില്ല. ആർക്കും ഹിന്ദു അല്ലാതെ ജീവിക്കാൻ പറ്റില്ല. അവൻ ഏത് ആചാരത്തിൻ്റെ പുറകെ പോയാലും അവൻ ബേസിക്കലി ഹിന്ദുവാണ്. മനുഷ്യനാണെങ്കിൽ, മനുഷ്യൻ്റെ സംസ്കാരം ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ അവൻ ഹിന്ദുവായിട്ട്, ഹിന്ദു മതം എന്ന് ഞാൻ പറയുന്നില്ല, ഹൈന്ദവ മൂല്യങ്ങൾ അവൻ അറിയാതെ പോകും. എല്ലാവരും ഇവിടെ തന്നെ നോക്കാം, നിരത്തി നോക്കിക്കോ, എത്രയോ സ്ഥലങ്ങളിൽ നിലവിളക്ക് കൊളുത്തുന്ന ക്രൈസ്തവ ഭവനങ്ങളില്ലേ. ഇസ്ലാം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ വീണ്ടും പലയിടത്ത് മലബാർ ഭാഗത്തൊക്കെ അത് കൂടി വരുന്നുണ്ട്. എന്തുകൊണ്ടത്? മതം എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് നിൽക്കുമോ? ഇപ്പോൾ തലശ്ശേരിയിലെ മുസ്ലിം സ്ത്രീകളെല്ലാം വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പർദ്ദയിടാൻ തുടങ്ങി. തിരുവിതാംകൂർ ഭാഗത്തൊക്കെ അതില്ല. അപ്പോൾ ഇത് ചെയ്യുന്നതും ഇതിനു വേണ്ടി ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്തേക്ക് തീവ്രവാദ സ്വഭാവമുള്ള മതസംഘടനകൾ കടന്നു വരും. അവർക്ക് തീവ്രമായ മതവികാരം പറഞ്ഞെങ്കിൽ മാത്രമേ അവരുടെ നിലനിൽപ്പുള്ളൂ. അവർക്ക് വിദേശത്ത് നിന്ന് കാശ് വരണം, എത്ര പേരെ മതം മാറ്റി,
എത്ര പേരെ അല്ലെ എത്ര ഹിന്ദുക്കളെ ഇല്ലാതാക്കി, ഈ ഉന്മൂലനം ചെയ്തു, എത്ര കാഫറുകളെ നശിപ്പിച്ചു, ഇത്തരം കണക്കുകൾ കൊടുക്കാൻ നിർബന്ധിതമാകും. അല്ലെ എത്ര മതം മാറ്റത്തിൻ്റെ ലിസ്റ്റ് എടുക്കുകയാണ്, എത്ര പേരെ ചേർത്തു എന്നുള്ളതാണ് മെറിറ്റ്. ഒരാൾക്ക് ഇത്ര $100 അല്ലെ $1000 $10,000 എന്ന് പറഞ്ഞ് കാശ് മേടിക്കാൻ പറ്റുന്ന ഒരവസ്ഥയും കൂടിയാണ്. ഇപ്പോൾ ഇവർക്ക് TCS എന്ന് പറഞ്ഞ കമ്പനി, ഒരു ചെറിയ കമ്പനി ആണെന്നിരിക്കട്ടെ, തുടങ്ങാൻ ഉദ്ദേശിക്കുന്നു. ആ കമ്പനിക്ക് മുഴുവൻ ഫണ്ടിങ് ഞാൻ നടത്താവുന്നേ. നിങ്ങൾ 100 പേർക്ക് തൊഴിൽ കൊടുത്തു. പക്ഷേ ഞാൻ പറയുന്നവരെ നിങ്ങൾ റിക്രൂട്ട് ചെയ്യണം. ഇപ്പം സാറ് പറഞ്ഞു വന്നതാണ്, ഇപ്പം ഞാൻ എന്ന് പറയുന്ന ഒരാൾ, അല്ലെങ്കിൽ താങ്കൾ എന്ന് പറയുന്ന ഒരാൾ സാമ്പത്തികമായിട്ട് വളരെയധികം താഴ്ന്ന നിലയിൽ നിൽക്കുന്ന ഒരാളാണ്. പല രീതിയിലുള്ള ജീവിതത്തിലുള്ള ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ താങ്കൾ നേരിടുന്നുണ്ട്. താങ്കൾക്ക് ഒരുപാട് സാമ്പത്തികമായിട്ട് ഉയരണമെന്ന താല്പര്യമുണ്ട്. താങ്കളുടെ ലക്ഷ്യമാക്കി ഒരാൾ രംഗത്ത് വരുന്നു. ഞാൻ ഇത്ര പൈസ നിനക്ക് തരാം, നിനക്ക് ഞാൻ വലിയ കൊട്ടാരം പോലുള്ള വീട് വെച്ച് തരാം, നിനക്ക് ഞാൻ കാറ് തരാം, നിനക്ക് മറ്റെല്ലാ സുഖ സൗകര്യങ്ങളും ഞാൻ തരാം, പക്ഷെ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, ഞാൻ പറയുന്നത് നീ ചെയ്യണം. വീണ് പോവില്ലേ? അല്ല, അത് വീഴുന്നതിന് ആരും തെറ്റു പറയാൻ പറ്റില്ല. അതിനെ ചെറുക്കേണ്ട, ആ സിസ്റ്റത്തെ ചെറുക്കേണ്ടത് എങ്ങനെയാണ്? ആ സിസ്റ്റത്തെ ചെറുക്കേണ്ടത് നമ്മുടെ ഇടയിലുള്ള ഹൈന്ദവ മതത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ക്രിസ്തു മതത്തെക്കുറിച്ചോ ഇസ്ലാമിനെക്കുറിച്ചോ ഒരു ഇഷ്ടംപോലെ ക്രിസ്ത്യൻ പുരോഹിതരെ എനിക്കറിയാം, ഇഷ്ടംപോലെ. യാതൊരു കാരണവശാലും മതമാറ്റത്തെ ഒരു പ്രോത്സാഹിപ്പിക്കില്ല. ഒരു വിഭാഗമായി നടക്കുന്നത് നമ്മുടെ നാട്ടിൽ എത്രയോ, എല്ലാവരും അല്ല, വളരെ ചെറിയൊരു വിഭാഗം. അവർ മതി. അവരുടെ ഉദ്ദേശം ക്രിസ്തുമതമല്ല ഉദ്ദേശം, യേശു ക്രിസ്തു അല്ല അവർക്ക് പ്രശ്നം. അവർക്ക് ഈ കെയർ ഓഫിൽ വിദേശത്ത് നിന്ന് കിട്ടുന്ന പൈസയാണ് പ്രശ്നം. ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ എത്രയോ ക്രൈസ്തവ പുരോഹിതന്മാരുണ്ട്. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങളോട് മതം മാറാൻ പറഞ്ഞിട്ടുണ്ടോ? എത്രയോ ക്രൈസ്തവ ഹോസ്പിറ്റൽസ് ഉണ്ട്, അവിടെ ചെല്ലുന്നവരല്ലേ മതം മാറ്റുന്നുണ്ടോ? എത്രയോ പേര് ഇല്ലേ? ചികിത്സിച്ചിട്ട് പോരുന്ന ഈ എറണാകുളത്തിന് ചുറ്റുവട്ടത്തിന് എത്രയോ പേരുണ്ട്, അവരെല്ലാം മതം മാറ്റാൻ നോക്കുന്നുണ്ട്? ഇല്ല. അപ്പോൾ ഇതിനു വേണ്ടി ശ്രമിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവർ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞ വീട്ടിൽ പോയി ഇവരുടെ ബാധ്യത തീർത്ത 10 ലക്ഷം രൂപ ഉണ്ട്, അല്ലെങ്കിൽ 25 ലക്ഷം രൂപ ഉണ്ട് ഇവർക്ക് ബാധ്യത തീർത്തെങ്കിൽ ഇവർ ഈ കെയർ ഓഫിൽ, ഈ 3 പേരുടെ കെയർ ഓഫിൽ 1 കോടിയോ 2 കോടിയോ വരുത്തിയിരിക്കും. ഇവിടെ നമ്മൾ കണ്ടതല്ലേ, കണ്ടെയ്നർ നിറച്ച് പൈസയായിട്ടൊരു നടക്കുന്നതല്ലേ. ഇവിടെ ഇപ്പോൾ അഭിഭാഷകനായിട്ടുള്ള അശ്വിനി കുമാർ ഉപാധ്യായ സുപ്രീം കോടതിക്ക് മുമ്പാകെ ഒരു ഹർജി സമർപ്പിച്ചിരിക്കുകയായിരുന്നു. നിർബന്ധിത വഞ്ചനാപരമായ മതപരിവർത്തനം ഒറ്റപ്പെട്ട ഒരു മതപരമായ പ്രവൃത്തിയല്ല, മറിച്ച് ജനസംഖ്യ സന്തുലിതാവസ്ഥയിൽ മാറ്റം വരുത്താനും അതുവഴി ഇന്ത്യയുടെ ഐക്യം, അഖണ്ഡത, സുരക്ഷ എന്നിവയ്ക്ക് ഭീഷണിയാകാനും വിദേശ സ്ഥാപനങ്ങൾ പലപ്പോഴും ധനസഹായം നൽകുന്ന ഒരു വ്യവസ്ഥാപിത ഗൂഢാലോചനയാണ്. UAPA സെക്ഷൻ 15 പ്രകാരം ഇതിനെ ഒരു തീവ്രവാദ പ്രവൃത്തിയായിട്ട് സുപ്രീം കോടതി പരിഗണിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഹർജി കൊടുത്തിരിക്കുന്നത്. അപ്പം ഇവിടെ ഉന്നയിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്, വ്യവസ്ഥാപിത സംഘടനാപരമായിട്ടുള്ള ഗൂഢാലോചനയാണ്. എന്തിന്? ഇന്ത്യയുടെ ഐക്യം, അഖണ്ഡത, അതോടൊപ്പം തന്നെ ഈ ജനസംഖ്യയിൽ സന്തുലിതാവസ്ഥ സൃഷ്ടിക്കുക, ഡെമോഗ്രാഫി. അങ്ങനെ ഒരു ഭയപ്പെടുത്തുന്ന നരേറ്റീവിൻ്റെ ആവശ്യമില്ല, ശരിക്കും ഇല്ല. കാരണം അതല്ല യാഥാർത്ഥ്യം. അതല്ല ഇത്രയോ ഇവിടെ 600 കൊല്ലത്തോളം മുസ്ലിങ്ങൾ രാജാക്കന്മാരായിട്ട് തന്നെ മുഗളന്മാർ ഇന്ത്യ ഭരിച്ചു. ബ്രിട്ടീഷുകാരിവിടെ ഭരിച്ചു. എത്ര ശതമാനം ഹിന്ദുക്കൾ മതം മാറി മറുവശത്തേക്ക് പോയിട്ടുണ്ട്? ഈ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത, BJP ഗവൺമെൻറ് ഒന്നും ഇല്ലാത്ത അവസ്ഥ ബ്രിട്ടീഷുകാർ തന്നെ ഭരിക്കുന്ന, അല്ലെങ്കിൽ മുഗളന്മാർ ഭരിക്കുന്ന സമയത്ത് എത്ര ഹിന്ദുക്കൾ മതം മാറി പോയിട്ടുണ്ട്? പോപ്പുലേഷൻ അവർക്ക് 80% നിൽക്കുക. പക്ഷെ കുറച്ച് ഒരു ന്യൂനപക്ഷത്തെ മതം മാറ്റാൻ പറ്റും. ഇപ്പം ആദിവാസി, അവർക്ക് അറിയത്തില്ല എന്താണെന്ന്. അവർക്ക് ദൈവം എന്നാ, ഏത് ദൈവമായാലും അവർക്ക് കുഴപ്പമില്ല, അവർക്ക് അവരുടെ കാര്യങ്ങൾ നടക്കണം. അതുകൊണ്ടാണ് അവർ പോകുന്നത്. ഞാൻ പറഞ്ഞത് ഇത് ദൈവത്തെ ഇപ്പം നമ്മൾ മതം മാറിയ 10 പേരെ വിളിച്ചു വരുത്തുക. ഇത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ മതം മാറിയ 10 പേരെ നമ്മുടെ മുമ്പിലേക്ക്, ഒരു പബ്ലിക് ഓഡിയൻസിലേക്ക് വിളിച്ചു വരിക. ബുദ്ധിജീവികളുടെ, സാംസ്കാരിക നയന്മാരുടെ ഒരു ഓഡിയൻസിലേക്ക് വിളിച്ചു വരുത്തി ബൈബിളിനെക്കുറിച്ചും ഗീതയെക്കുറിച്ചും ഖുറാനെക്കുറിച്ചും അവരോട് സംശയങ്ങൾ ചോദിക്കുക. ഏത് മതത്തിലേക്കാണോ മാറി അതിൻ്റെ സംശയങ്ങൾ അവർക്കൊന്നും അറിയത്തില്ല. അവർ മാറാൻ കാരണം ഇവർ കാശ് തരാമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ജോലി മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. അത് മാത്രമേ ഉള്ളൂ. പഠിച്ചിട്ടല്ല മാറുന്നത്. ബൈബിൾ പൂർണ്ണമായി പഠിച്ച് മനസ്സിലാക്കിയിട്ടല്ല മാറുന്നത്. കുറേ ഹിന്ദുക്കളെ തെരു പറയും, അവർ പല്ലിയും പൂച്ചയും പട്ടിയും ആരാധിക്കുന്നവരാണ്. ഈ ഒറ്റ കാര്യമുള്ളൂ. ഒരുപാട് ദൈവങ്ങളുള്ള ഒരു ഫിലോസഫി, അല്ലെങ്കിൽ ഒരു ഇത് മറ്റൊരു സ്ഥലത്ത് ഞാൻ ഒരു കാര്യം പറഞ്ഞത്, ഒരുപാട് ദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ മാറ്റി എന്ന് പറഞ്ഞു നോക്കി, എല്ലാറ്റിനെയും ദൈവമായിട്ട് കാണുന്നതെന്ന് പറഞ്ഞു നോക്കി. രണ്ടും തമ്മിലുള്ള വളരെ ബോറിംഗ് ആണെന്ന് ആ കൺസെപ്റ്റ് വളരെ ബോറിംഗ് ആണ്. ഒരുപാട് ദൈവങ്ങൾ, നിങ്ങൾ ഈ കാണുന്ന മൊത്തത്തിനെയും ആരാധിക്കുന്നു, ഈ ഫോണിനെ ആരാധിക്കുന്നു, മറ്റേ നിങ്ങളുടെ കയ്യിലുള്ള വാച്ചിനെ ആരാധിക്കുന്നു, കണ്ണടയെ ആരാധിക്കുന്നു, സകലത്തിനെയും നിങ്ങൾ ആരാധിക്കുന്നു. എന്തൊരു ബോറാണ്. പകരം ഒരൊറ്റ ദൈവം മാത്രം, ഒരൊറ്റ, ഞാൻ മാത്രമേ ആരാധിക്കപ്പെടാൻ പാടുള്ളൂ,
ഞാനാണ് യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടേണ്ടത് എന്ന് പറയുന്ന ഒരൊറ്റ എന്ന് ദൈവവും എന്ന് നിൽക്കുന്നു. ഇപ്പോൾ ഉദാഹരണം അല്ല, ഞാൻ പറയട്ടെ, ഇങ്ങനെ ഒരു നിൽക്കുമ്പോൾ ഏതാ കുറച്ചും കൂടി അട്രാക്റ്റീവ്? ഞാൻ അട്രാക്റ്റ് ജനങ്ങൾക്ക് പെട്ടെന്ന് പലരുടെ പുറകെ ദൈവം ഒന്നല്ലേ ഉള്ളൂ, ഒരു ശക്തിയല്ലേ ഉള്ളൂ, എന്തിനാ പലരുടെ പുറകെ പോകും എന്നൊരു തോന്നലുണ്ട്. മറിച്ച് ഇനി ചോദിക്കാം, മുസ്ലിംസിൻ്റെ അടുത്ത് ഏറ്റവും തീവ്രമായ മതപരമായ ആചാരങ്ങൾ ഫോളോ ചെയ്യുന്ന ഇസ്ലാമാണ്. ക്രിസ്ത്യൻസ് ഉണ്ട്. ഇതിൽ എന്തിനാ പല വിഭാഗങ്ങൾ വരുന്നത്? ഷിയ, സുന്നി, ഹൂത്തി എന്നൊക്കെ പറഞ്ഞ പല വിഭാഗങ്ങൾ വരുന്നത് എന്തിനാ? ഒരേ ദൈവം അള്ളായാണല്ലോ. അത് മാത്രത്തിൻ്റെ പുറകെ പോയാൽ പോയപ്പോഴേ ഖുർആനും അള്ളയും മാത്രം മതി. എന്തിനാ പല വിഭാഗങ്ങൾ? ഇറാനും സൗദി അറേബ്യയായിട്ട് എന്തിനാ യുദ്ധം? എന്തിനാ യുദ്ധം? മതപരമായ കാര്യങ്ങൾക്ക് യുദ്ധം എന്തിനാ? ഞങ്ങളാണ് തർക്കം നടക്കുന്നതിനാ? ഇറാൻ എല്ലാ സുന്നി രാജ്യങ്ങളെ ആക്രമിക്കുന്നത് എന്തിനാ? ഇവിടെയുണ്ട് പാസ്റ്റർമാരുണ്ട് അല്ലേ, പലതരത്തിലുള്ളുണ്ട്. ലത്തീൻ കത്തോലിക്കരുണ്ട്, ഓരോ വിഭാഗത്തിൽ റോമൻ കത്തോലിക്കരുണ്ട്, ജ്ഞാനായക്കാരുണ്ട്. ഇപ്പോൾ ജ്ഞാനായ സമുദായത്തിൽ നിന്നൊക്കെ അയാൾ പുറത്ത് പോയി കല്യാണം കഴിച്ചാൽ ആ മതത്തിന് പോക്കണം, തീവ്രമായ ആചാരം. അപ്പോൾ എല്ലാവരും ഈ ആചാരം പിന്തുടരുന്നവരാണ്. പക്ഷെ മറിച്ച് ഹിന്ദുമതത്തിൽ ഈ ആചാരത്തെക്കുറിച്ച് പറയാൻ വാചാലരാകും. കാരണം എന്തിൻ്റെ കാരണം വെച്ചാൽ കാശ് കിട്ടുന്നതിൻ്റെ ബലത്തിലായി പറയുന്നത്. എന്തായാലും ഞാൻ മാത്രമേ ആരാധിക്കപ്പെടാൻ പാടുള്ളൂ, ബാക്കിയൊന്നും ആരാധനയ്ക്ക് അർഹത ഇല്ലാത്തതാണ് എന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, അത് എത്രമാത്രം ശരിയുള്ളതാണ് എന്നുള്ളത് ആളുകൾ തീരുമാനിക്കട്ടെ. ഈ പറയുന്നവർ തന്നെ പലരും ആരാധിക്കുന്നുണ്ടെന്നൂടെ ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ ഇത്രയും ഭിന്നത അവർക്ക് ആവശ്യമില്ലല്ലോ. അവർക്കിങ്ങനെ ഭിന്നിച്ച് നിൽക്കേണ്ട ആവശ്യമുണ്ടോ? ഒരാളെ ആരാധിക്കും. ആരാധന മാത്രമല്ല പ്രശ്നം, ജീവിതമാണ് പ്രശ്നം, പ്രായോഗിക ജീവിതമാണ് പ്രശ്നം, കിട്ടുന്ന വരുമാനമാണ് പ്രശ്നം, കിട്ടുന്ന തൊഴിലാണ് പ്രശ്നം, കിട്ടുന്ന ജീവിത സൗകര്യമാണ് പ്രശ്നം. ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ ആരാധനയും ചടങ്ങുമൊക്കെ. പക്ഷേ കാശ് അടിച്ചെടുക്കാൻ പറ്റുന്ന അടിച്ചെടുക്കും, അത്രേ ഉള്ളൂ. വേറെ യാതൊരു ഭക്തിയില്ല ഇതിനകത്ത്. ഭക്തിയുടെ മാർഗ്ഗമല്ല, ചതിയുടെ മാർഗ്ഗം എന്നേ ഞാൻ പറയുള്ളൂ. മതപരിവർത്തനത്തിൽ കൂടെ ഒരാൾക്ക് മോക്ഷം കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അത് ചതിയുടെ മാർഗ്ഗമാണ്. കാരണം അതുകൊണ്ട് ആർക്കും മോക്ഷം കൊടുത്തിട്ടില്ല. അല്ല, മോക്ഷം എന്നുള്ള കൺസെപ്റ്റ് വേറെ ഒന്നാണ്. നമുക്ക് ഈ ചർച്ച നിർത്താൻ സമയമായി, അതുകൊണ്ട് താങ്കൾ ഇനി തുടരാം പിന്നെ എപ്പോഴെങ്കിലും.